ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നത്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്? ആണെന്ന് പറയരുത്. ചായ കുടിക്കണം. ചായ കുടിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു. പൊളിച്ചു. അല്ല, ശ്രീമാൻ അരുൺ വരുന്നുണ്ട്, അത് കാരണം കൊണ്ട് ചായ കുടിക്കണ്ട, ചായ അരുണിന്റെ കൂടെ തരും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് പറയരുത്. എന്താ പറഞ്ഞത്? നമ്മൾ ഡ്രാമയായിട്ട് അവതരിപ്പിക്കുകയാണ്. അതായത് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ചായ കുടിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, എന്താണ് ശോഭാ സുരേന്ദ്രൻ ചായ കുടിച്ചോ? ഓ, ഞാനത് മറന്നുപോയി എന്ന് പറയുന്നത്. അങ്ങനെ ഡ്രാമയുള്ള ഒരാളല്ലല്ലോ ഞാൻ. അല്ല, ഞാനും അല്ല. അപ്പോൾ നമ്മളങ്ങനെ തുടരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പണായി കാര്യങ്ങൾ തുറന്നു പറയാൻ പോവാണ്. ഓക്കെ, ഞങ്ങൾ കുതിരപ്പുറത്താണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കോട്ടയത്തും തുടങ്ങിയ യാത്രയാണ്. നമ്മൾ കേരളത്തിൽ ഓൾമോസ്റ്റ് 15 മണ്ഡലങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ ജാക്കിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, കേരള രാഷ്ട്രീയത്തിൻ്റെ മാറ്റങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചാലോ? ഇവിടെ വന്നിട്ട് ആലപ്പുഴയിൽ നേരത്തെ ഈ കോഫിയിൽ ഈ നമ്മൾ പോകുന്ന ഹോട്ടലിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വന്നിട്ടുണ്ട്. ഞാൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് 2 തവണ കേരളത്തിൽ പ്രവർത്തിച്ച ഒരാളല്ലേ. അപ്പൊ എല്ലാ ജില്ലകളിലും നമുക്ക് നല്ല ബന്ധമുണ്ട്. ഓക്കെ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് എത്തുന്നതോടുകൂടി നേരത്തെ പറഞ്ഞു കേട്ട എല്ലാ ചിത്രവും മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയെന്നാണ്. എനിക്കും ജാക്കിയുടെ കുതിരക്കുളമ്പടി ഒച്ച എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും പറയാറുണ്ട്, ചില ശബ്ദങ്ങൾ പോസിറ്റീവായിട്ടും ചില ശബ്ദങ്ങൾ നെഗറ്റീവായിട്ടും നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതെന്റെ 3ാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. അപ്പൊ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും, ഒന്നിൽ 2014 ഞാൻ മത്സരിക്കുന്ന സമയത്തിന് മുൻപുണ്ടായിരുന്ന 60,000 138,650 ആക്കി പാലക്കാടിലെ ജനങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 90,000 വോട്ടുള്ള ആറ്റിങ്ങലിൽ പിന്നീട് ഞാൻ ചെന്ന സമയത്ത് എനിക്കത് 2019 2,48,650 വോട്ടായിട്ട് ജനങ്ങൾ നൽകിയിട്ടുണ്ടായി. ഓക്കെ, നമ്മളിപ്പോൾ ബാക്കി പറയാം. അതിന് മുമ്പ് നമ്മളിപ്പോൾ ഉള്ളത് VNS കഫേ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടെന്നല്ലോ. ഓക്കെ, ഇവിടുത്തെ ദോശയും ഇഡ്ഡലിയൊക്കെ സൂപ്പറാണെന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇരുന്നാട്ടെ. അപ്പോൾ എന്താ ഉള്ളത് ഇന്ന് നമുക്ക് കഴിക്കാൻ തരിക? ദോശ, അപ്പം, പൊറോട്ട. ഓക്കെ, നമുക്ക് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഭൂരിപക്ഷം ഉയർത്തിയതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന്റെ ഭൂരിപക്ഷം ഉയർത്തും. ഭക്ഷണം എങ്ങനെയാ പൊതുവെ? കാര്യത്തിൽ അത്ര വലിയ കഴിക്കാൻ ഫുഡി അല്ല. ഞാനിവിടെ ടോൾ സമരം നടത്തിയിട്ട് ഒരു അതികഠിനമായിട്ടുള്ള ലാത്തി ചാർജ് ഉണ്ടായി. അന്ന് ശ്രീമാൻ അരുണിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരോ ചാനലുകളോ ഒന്നും ആ സമരം നടക്കുന്ന സമയത്ത് ലാത്തി ചാർജിൽ അവിടെ ഉണ്ടായിരുന്നില്ല, തൃശ്ശൂരിൽ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ഒരു സർജറി ചെയ്യേണ്ടി വന്നു ആ സമരത്തെ തുടർന്ന്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ചെറിയ പഴയ ഫയൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റ ഒരു സ്ത്രീ നേതാവ് കൂടിയാണ് ഞാൻ. അതുകൊണ്ട് അതിനെ തുടർന്ന് ചില മരുന്നുകളും കാര്യങ്ങളും ഒക്കെ നിരന്തരമായിട്ട് കഴിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനുശേഷം മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഈ കൊറോണ തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും ആദ്യത്തെ കൊറോണ വന്ന ആ പീരീഡിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് മാറി എന്നെ ഇഞ്ചക്ഷൻ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എൻ്റെ സഹപ്രവർത്തകരോട് പോലും ഞാൻ ആ ആശുപത്രിയുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ യൂറിനറി നമുക്ക് പെട്ടെന്ന് ഒരു രാത്രിയിൽ യൂറിൻ പോകാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു സഹോദരി എന്നെ ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം ഒരു ഓർത്തോപെഡിക് സർജൻ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അതിനെ തുടർന്ന് എനിക്ക് വളരെയധികം മുഖമെല്ലാം വീങ്ങി, ശരീരത്തിലെല്ലാം നീര്. അതൊരു ആദ്യത്തെ കൊറോണ ടൈം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 4 വർഷത്തോളം ഇപ്പം ആയിട്ടുണ്ടാവും. അല്ല, അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ചക്കാലത്തോളം ഞാൻ അവിടെ കിടന്നു. പക്ഷെ ആ ഡോക്ടർ എന്ത് ഇഞ്ചക്ഷനാണ് ചെയ്തത് എന്ന് പോലും പറയാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിച്ചില്ല. മരുന്ന് മാറിപ്പോയതായിരിക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി 11:30 മണിക്കാണ് എന്നെ അമൃതയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് അവിടുത്തെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഡോക്ടറുടെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് അവർ തരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ചെറിയ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രണമൊന്നുമില്ല. പക്ഷേ എപ്പോഴും കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അത് രാവിലെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ എന്ത് വേണം? ഇഡ്ഡലി വേണോ ദോശ വേണോ? ഇതിപ്പോൾ ഒരു ഇഡ്ഡലി കഴിക്കാം. ഒരു ഇഡ്ഡലി. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഇഡ്ഡലി മതി. ഭക്ഷണം കുറയ്ക്കാൻ വേണ്ടി ദോശയാണുള്ളത്. ദോശയേ ഉള്ളൂ. ഓക്കെ, ഏത് സാഹചര്യവുമായിട്ടും അഡോപ്റ്റ് ചെയ്യും. അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു രീതി അല്ലേ? ആറ്റിങ്ങലിലെ ചൂടിലും വരും, ആലപ്പുഴയിലെ ചൂടിലും വരും അല്ലേ, പാലക്കാട്ടെ ചൂടിലും വരും.